എന്തെയ്യോടി? പഠിക്കാ. എന്റെ അമ്മ എന്തേ ഞാൻ ഇതുവരെ പഠിക്കാൻ കണ്ടിട്ടില്ലേ? പറയാതെ എന്നിട്ട് പഠിക്കണ ഞാൻ കണ്ടിട്ടില്ല. ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ എംബോസിഷൻ ആണെന്ന് തോന്നുന്നല്ലോ എഴുത്ത് കണ്ടിട്ട്. എംബോസിഷൻ ഒന്നും അല്ല. ആ കവിതയുടെ അസ്ഥിര തുടങ്ങി പഴയ ബുക്കും ചോന്നുന്നല്ല. പിന്നെ പാടം ചൊല്ലിപ്പടിച്ചും തല്ലിപ്പടിച്ചും ഞാനും ഇവള് പാടും പോലെ ആയിപ്പോയി. ഇത് നിനക്കുള്ളതല്ല, ഇത് 10ാം ക്ലാസ്സിലേക്കുള്ള പാഠപുസ്തകങ്ങളാണ്. അവള് 10ാം ക്ലാസ് എത്തുമ്പോഴത്തേനും അത് മാറും. എനിക്കറിയാം 10ാം ക്ലാസ്സിൽ അവള് എത്തുമ്പോ അത് അവള് പഠിച്ചു പോക്കോളും. പക്ഷെ 10ാം ക്ലാസ് പാസ്സാവാത്ത വേറെ ചിലരും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. ആര് പറഞ്ഞു ക്ലീറ്റോ 10ാം ക്ലാസ് പാസ്സായതാണല്ലോ? ഞാൻ 10ാം ക്ലാസ് പാസ്സായി, 10ാം ക്ലാസ് പാസ്സാകാത്ത വേറെ ഉണ്ടല്ലോ ചില ആളുകൾ ഇവിടെ. ആ അത് ഞാൻ പാസ്സാവാഞ്ഞതേ നിങ്ങൾ കാരണം. എന്നെ ആ ക്ലാസ്സിൽ ഇരിക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? കണ്ടും കൈയും കാണിച്ചു മണിക്കൂർ ഞാൻ കാരണമാണല്ലോ. അതെ. ആ അങ്ങനെയാണെങ്കിൽ അത് എന്റെ മനസ്സിൽ ആ കുറ്റബോധം കിടന്ന് ഇങ്ങനെ നുഴയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അതുകൊണ്ട് ഞാൻ അതിന്റെ പ്രായച്ചിത്തം ചെയ്യാൻ പോകും തീരുമാനിച്ചു. അതെ, ഈ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയെടുക്കണം. ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതിക്കോ. എന്താ 10ാം ക്ലാസ്? 10ാം ക്ലാസ് അല്ലേടി, 10ാം ക്ലാസ്. 10ാം ക്ലാസ്. അതെ, സംഗതി ഇനിയിപ്പോൾ നാളെ മുതൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ബുക്കൊക്കെ വായിച്ച് എല്ലാം 10ാം ക്ലാസ് പരീക്ഷ പാസ്സായി. നമുക്ക് ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു കുറവ് എന്തോ. സത്യം പറ, ഈ വണ്ടി ഇപ്പം എങ്ങോട്ട് ഓടിച്ചിട്ട് പോണേ? ഈ വണ്ടി ഇപ്പം നേരെ ഇങ്ങനെ ഓടി 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 ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് ചെന്ന് നിൽക്കും. എന്തിന്? അവിടെ ഒരു പ്യൂൺ വേക്കൻസി ഉണ്ട്. അതും 10ാം ക്ലാസ് തമ്മിൽ എന്താ ബന്ധം? 10ാം ക്ലാസ് പാസ്സായവർക്ക് ആ പ്യൂൺ വേക്കൻസി കിട്ടൂ. എന്നെ വിടാനാ? ക്ലീറ്റോന് പോയിക്കൂടെ? ക്ലീറ്റോ 10ാം ക്ലാസ് പാസ്സായതല്ലേ? ക്ലീറ്റോ പോയാലും പ്യൂൺ വേക്കൻസി. ഡാഡിയെ പോലെ ഒരു പ്രമുഖൻ പ്യൂണായിട്ട് ഒരു ബാങ്കില്. എന്താണ് എന്നെ പറ്റി വിചാരിച്ചത്? പ്രമുഖനാന്ന് ക്ലീറ്റോനല്ലേ അറിയുള്ളൂ, ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ലല്ലോ. എന്നാ ഇനിയിപ്പോ അറിയാതെ നീ മനസ്സിലാക്കും ഞാൻ ആരാണെന്ന്. നിനക്ക് ഈ ജോലി മേടിച്ച് തരുമ്പോ നിനക്ക് ഒരു മതിപ്പുണ്ടാവുമല്ലോ. ക്ലീറ്റോ ശരിക്കും പറയണതാ? ആ തമാശക്ക് പറയാം. നടക്കൂലോ ക്ലീറ്റോ. വെള്ളം വാങ്ങിച്ചോ? അങ്ങനെയൊന്നുമില്ല. വെള്ളം വാങ്ങേണ്ടതൊക്കെ ഞാൻ തീരുമാനിക്കും. നീ എന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ പറയണ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ക്ലീറ്റോ, ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ എങ്ങനെ? അല്ല, എനിക്ക് ഇനി എഴുതാൻ പറ്റില്ല. ഞാൻ എഴുതി ഒരു പ്രാവശ്യം പാസ്സായി. ഞാൻ എഴുതില്ല. പോയിക്കേ. അതെ, കൂടുതൽ ആളായ സംഘം. അതായത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മോർണിംഗ് ആൻഡ് ഈവനിങ് ബ്രാഞ്ചിൽ ഒരു പ്യൂൺ വേക്കൻസി ഉണ്ട്. അത് ഗോപിയേട്ടാണ് അവിടുത്തെ സെക്രട്ടറി. അപ്പോൾ അദ്ദേഹം എന്നെ രഹസ്യമായിട്ട് വിളിച്ച് പറഞ്ഞാണ്, ക്ലീറ്റോ തങ്കത്തിന് നമുക്ക് എങ്ങനെയല്ലേ ഇവിടെ കയറ്റാം, ഉടനെ തന്നെ ആ വേക്കൻസിക്ക് വിളിക്കും. അപ്പൊ തന്നെ ഇല്ലാന്ന് പറയായിരുന്നില്ല. ഞാൻ മര്യാദക്ക് വായിക്കാൻ കൂടെ അറിയില്ല ക്ലീറ്റോ. ഞാൻ ചോദിച്ചോട്ടെ, അതെ എന്റെ പൊന്നുമോളെ എത്ര നാളെന്ന് പറഞ്ഞാണ് ഇതിൽ ചവിട്ടിയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ടു. ഞാനാ കഷ്ടപ്പെട്ടോളൂ. എനിക്കത് സഹിക്കില്ല. ക്ലീറ്റോ വേണ്ടാട്ട്, ഇത് നടക്കൂല. എനിക്ക് അറിയില്ല ക്ലീറ്റോ. 4 അക്ഷരം പഠിക്കണമെന്ന് പറയാൻ നിനക്ക് നാണക്കേടാടി. നിനക്ക് മറ്റേ തൊഴിലുറപ്പിൽ ചുമ്മാ അവിടെ പോയി വെളയിൽ പോയി നുണയും കുണ്ടണിയും പറഞ്ഞ അതാണ് നിനക്ക് ഇഷ്ടമല്ലേ? ഇത്തിരി കഷ്ടപ്പെട്ടാലേ നമുക്ക് കര കയറാൻ പറ്റും. കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മളിപ്പോ ഇത് വിട്ട് കളഞ്ഞാൽ വേറെ ആരെങ്കിലും കൊണ്ടുപോകും. വേക്കൻസിക്കൊക്കെ പൈസ കൊടുക്കാൻ ആളുണ്ട്, അതറിയാവോ? ഇതിപ്പോൾ നമുക്ക് ഗോപിയേട്ടൻ നമ്മളോടുള്ള ഒരു ബന്ധം വെച്ചിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് എന്നെ പൊന്നു പോലെ നാളെ മുതൽ നല്ല കുട്ടിയായിട്ട് എന്നോട് പറയണ്ട. ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഇങ്ങോട്ട് ഒളിച്ചു പോകട്ടെ. പരീക്ഷ എഴുതിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടും പോകും. ഞാൻ നിന്നെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ട് പഠിപ്പിക്കും. ഒരു കാര്യം പറയാം, മര്യാദയ്ക്ക് ഇത് എങ്ങനെയാലും ജോലി ഒപ്പിക്കാൻ നോക്കണം. ഒന്നുമല്ല, ഇനി സംസാരമില്ല. അതെ, നിനക്ക് പേടിയുണ്ടല്ലോ. ഈ പേടി വേണം നമ്മൾ ഉള്ളിൽ കിടന്നിട്ട് ഈ പരീക്ഷ നേരിടാൻ. അതിന്റെ പേടിയല്ല, പിന്നെ എനിക്ക് ബുക്ക് കാണുമ്പോ ഇഷ്ടമല്ല. ഒന്നുമില്ല, തങ്കം നാളെ മുതൽ SSLC തത്തുല്യത പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നു ക്ലീറ്റോയുടെ മേൽനോട്ടത്തിൽ. പിന്നെ ബാക്കിയുള്ള കുറവും സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവൾ പറഞ്ഞുതരും. ഓക്കെ? പിന്നെ അടുക്കളയിൽ കയറുന്ന പരിപാടിയൊന്നുമില്ല. ഞാനൊരു ടൈം ടേബിൾ തയ്യാറാക്കി തരും. അതനുസരിച്ചിട്ടാണ് ഇനി കാര്യങ്ങൾ. രാവിലെ 5 മണിക്ക് എണീറ്റ് വേണം. 5 മണിക്ക് എണീറ്റ് വൃത്തിയായി കൊല്ലി വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചായ തരും. അതും കുടിച്ചോണ്ട് തുടങ്ങണം പഠിത്തം കേട്ടോ. പിന്നെ രാത്രി നമുക്കൊരു എത്ര മണി വരെ? 11 മണി വരെ പഠിക്കണം. അല്ല, 11 ഒരു 12 1 മണി വരെയൊക്കെ ഇരുത്താം. മറ്റേ പരിപാടികളൊക്കെ ഉണ്ട് നിന്നെ ചെയ്യില്ല, അതൊക്കെ നമുക്ക് ചെയ്യിക്കാം. അപ്പൊ ഈ ജോലിയാണ് നമ്മുടെ മനസ്സിലെ ടാർഗറ്റ്. ഓക്കെ? ലക്ഷ്യം ഇനി മുതലുള്ള ലക്ഷ്യം ഇതായിരിക്കും. അത് പറഞ്ഞു കൊടുക്കുക. ലക്ഷ്യം വേണം നമുക്ക്, അല്ലേ? ഞാൻ പറഞ്ഞുതരാം. കുറെ ഇതുണ്ട് ഇടയ്ക്കിടയ്ക്ക് നിന്നോട് ഇവള് പറയുന്നത് അതെല്ലാം ഇനി തിരിച്ച് പറഞ്ഞു. എന്നാലേ നമുക്ക് അമ്മയ്ക്ക് ഒരു ഊർജ്ജം കിട്ടും കേട്ടോ മക്കളെ.
ബുക്കുകളൊക്കെ സൂക്ഷിച്ചു വെച്ചോ. ഇതിലൊക്കെ അമ്മയുടെ പേര് എഴുതി വെക്കുക കേട്ടാ. വിചാരിച്ച നടക്കാത്ത അമ്മയുടെ പേര് എഴുതി വെച്ചോ ഇതിലൊക്കെ. മാറിപ്പോണ്ട. Versus Alien.